അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് സ്വാഗതം. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഈയിടയ്ക്ക് പ്രായമായ ഒരു അമ്മ എന്നോട് ചോദിച്ചു, അച്ചോ, അൾത്താരയിൽ വണങ്ങപ്പെടുന്നവർ മാത്രമേ വിശുദ്ധരായുള്ളൂ? സാധാരണ വിശ്വാസികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ അമ്മ ചോദിച്ചത്. പ്രിയപ്പെട്ട സഹോദരരെ, അൾത്താരയിൽ വണങ്ങപ്പെടാനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ മാത്രമല്ല വിശുദ്ധരായിട്ടുള്ളത്, എത്രയോ ആളുകളുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം പറയാം. മനോഹരമായൊരു പൂന്തോട്ടം, അവിടെ വ്യത്യസ്തമാർന്ന പൂവുകൾ, റോസാ ചെടിയിൽ തന്നെ മനോഹരമായ ഒത്തിരിയേറെ പൂവുകൾ. ഈ പൂവുകളിൽ ഏതാണ് അൾത്താര അലങ്കരിക്കാനായി എടുക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് തോട്ടക്കാരനാണ്. 1, 2, 4, 5 പൂവേ അൾത്താരയിൽ അലങ്കരിക്കാനായി എടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് അതുപോലെ മനോഹാരിതയുള്ള മറ്റ് പൂവുകൾ പൂന്തോട്ടത്തിൽ ഇല്ല എന്നല്ല. അതുകൊണ്ട് സഭയാകുന്ന ആരാമത്തിൽ ഒട്ടേറെ വിശുദ്ധരുണ്ട്. പക്ഷേ ദൈവികമായ പദ്ധതിയിൽ ചിലരെ മാത്രം അൾത്താരയിൽ വണങ്ങാൻ തിരഞ്ഞെടുക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു സംശയം മാറ്റി പരിശുദ്ധിയിൽ വളരാൻ നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാം. നാം ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് വിശുദ്ധർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മറ്റൊരു കാര്യം നമ്മൾ വിശുദ്ധരായിരിക്കാൻ വേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെല്ലാവരും വിശുദ്ധിയിൽ വളരാൻ അവിടുന്ന് ഞങ്ങളെ വിളിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങളെല്ലാവരും ഈ ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കുമ്പോൾ അവിടുന്ന് സ്വർഗത്തിലും ഞങ്ങളെ വിശുദ്ധരായി അംഗീകരിക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പൂർവികരൊക്കെ അത്തരത്തിൽ എത്രയോ വിശുദ്ധിയിൽ ജീവിച്ചവരാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാറിയ ഔസേപിതാവേ, സകല വിശുദ്ധരെ മാലാഖാമാരെ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. ആമേൻ.